ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ലാലഴകം. ഞാനിപ്പോഴുള്ളത് കാട്ടാൽ പുസ്തകമേള നഗരിയിലാണ്. കാട്ടാൽ പുസ്തകമേള വലിയ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. മേള കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കുന്നത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആണ്. പ്രിയപ്പെട്ടവരെ, മേള തുടങ്ങിയ ദിനം മുതൽ തന്നെ ഒരു വലിയ ജനപങ്കാളിത്തമാണ് പുസ്തകമേളയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം റാപ്പ് സംഗീതജ്ഞൻ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ നിറസാന്നിധ്യം കൊണ്ട് കാട്ടാൽ പുസ്തകമേള നഗരി ഗംഭീരമായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളൊക്കെയും തന്നെ ഒരു തരത്തിലും ജനപങ്കാളിത്തം കുറയുന്നില്ല. ഓരോ ദിവസവും കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ എല്ലാ കൊല്ലം ഉണ്ടാകുന്നത് പോലെ തന്നെ ഇക്കൊല്ലവും ഇവിടെ ഉണ്ട്. ഓരോ കാഴ്ചയും നമുക്ക് കാണാം. ഒപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ സംഘാടകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യാം. വരൂ, ക്യാമറാമാൻ സുജിക്കും അഖിലിനുമൊപ്പം ആ മേളക്കാഴ്ചയിലേക്ക് പോകാം. സംഭവം ഒരു സൂപ്പർ സാധനമാണ് റെഡിയാക്കി തന്നിട്ടുള്ളത്. ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ അടിപൊളി. അപ്പോൾ കാട്ടാൽ പുസ്തകമേളയിൽ വരുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അമ്മാതിരി സാധനം. ഇവിടെ നിന്നാണ് വരുന്നത്? പൂജപ്പുര. ഈ മേളയെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണോ അതോ മുൻ അറിവുണ്ടോ? ഇല്ല, കേട്ടറിഞ്ഞ് വന്നതാണ്. വന്ന് കണ്ടിട്ട് എങ്ങനെയാ? നന്നായിട്ടുണ്ട്. അത്യാവശ്യം കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിലും വളരെ ബോറിംഗ് ഒന്നുമില്ല. എല്ലാം കൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മുരുകൻ സാറിനെ പോലുള്ള ആൾക്കാരെ കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യം. അദ്ദേഹത്തിന്റെ ശില്പനിർമ്മാണം ലൈവായിട്ട് കാണാൻ അതെ അതാണ്. സന്തോഷം. അല്ല, സന്തോഷം തന്നെ. സന്തോഷം. ജൂനിയർ എന്താ പറയണേ? ഹാപ്പിയാണോ? സൂപ്പറാണോ? ഹാപ്പിയാണോ? എങ്ങനെയാണ്? പുള്ളി എല്ലാം കൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. കാട്ടാൽ പുസ്തകമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. പുസ്തകങ്ങൾ കാണാനും പരിചയപ്പെടാനും വാങ്ങാനുമൊക്കെ വരുന്ന ഒരുപാട് പേരുടെ തിരക്കാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ മറ്റൊരു കൂട്ടുകാരി ചേരുകയാണ്. കാട്ടാക്കടയുടെ ജനപ്രതിനിധിയാണ്, അവതാരകയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന അനഘ ഇനി പുസ്തകമേളയുടെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അപ്പോൾ എൻ്റെ മൈക്ക് ഞാൻ അനഘയ്ക്ക് കൈമാറി. ഇനി അനഘയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓക്കെ അനഘ, എങ്ങനെയാണ് മേളയെക്കുറിച്ച്? മേളയുടെ സംഘാടക കൂടിയാണ്, എങ്ങനെ വിലയിരുത്തും? അതായത് കാട്ടാൽ പുസ്തകമേള എന്ന് പറയുന്നത് നമ്മുടെ കാട്ടാലിൻ്റെ ഉത്സവം തന്നെയാണ്. ഞങ്ങളുടെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തുന്നത് ഒരു പാർട്ടി ഭാരവാഹിത്വം ഏറ്റെടുത്ത് നടത്തുന്നതിന് പകരം ഒരുപാട് പേര് ജാതി രാഷ്ട്ര മതഭേദമന്യേ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ തന്നെയാണ് നമ്മൾ അവിടെ കലകൾ അവതരിപ്പിക്കാൻ വേണ്ടി ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഒരുപാട് പേർ മേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാട്ടാക്കടക്കാരുടെ ജനകീയ ഉത്സവം എന്ന് ഞാനിപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. കാട്ടാക്കടയുടെ ജനകീയ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞിരിക്കുന്ന ആളുകളിങ്ങനെ പൂരക്കാഴ്ചയ്ക്ക് എത്തുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ, കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരും അനഘ. നമുക്ക് പോകാം.